കേരളത്തിൻ്റെ ആത്മീയ പശ്ചാത്തലം എപ്പോഴും ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കേരളത്തിൻ്റെ മാത്രമല്ല, ഭാരതത്തിൻ്റെ തന്നെ ആത്മീയമായ എല്ലാ ചൈതന്യവും ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇന്ന് നിലനിൽക്കുന്ന ചില ആചാരങ്ങളുമായി വില്വമംഗലസ്വാമിക്കും ബന്ധമുണ്ട്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിലെ പല ആചാരങ്ങളും ഇന്നും വില്വമംഗലസ്വാമിയുടെ നിർദ്ദേശപ്രകാരവും അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞതുമായ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. വില്വമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട് പല ചരിത്ര കഥകളും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഒരു ആചാരം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ വില്വമംഗലസ്വാമിയുടെ അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞ ഒരു പൂജാകർമ്മം അവിടെ നടക്കുന്നുണ്ട്. തെക്ക് വശത്ത് മതിലിന്മേൽ പൂജ എന്ന രീതിയിൽ നടത്തിവരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കൽ വില്വമംഗലം സ്വാമി തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി. ക്ഷേത്രത്തിന് അകത്ത് കയറി ശ്രീകോവിലിൽ നോക്കിയപ്പോൾ ഭഗവാനെ ഉള്ളിൽ കാണുന്നില്ല. പുറത്തിറങ്ങി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുവാൻ അദ്ദേഹം പ്രദക്ഷിണ നടയിലൂടെ നടന്ന് തെക്കേ നടയിലെത്തിയപ്പോൾ മതിലിന് പുറത്ത് ഭഗവാൻ ഇരിക്കുന്നു. വില്വമംഗലം സ്വാമി ഭഗവാന്റെ അടുത്ത് ചെന്ന് വളരെ വിനയത്തോടുകൂടി ചോദിച്ചു, അങ്ങെന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഭഗവാൻ വില്വമംഗലം സ്വാമിയോട് പറഞ്ഞു, എൻ്റെ പ്രിയതമയായ കുമാരനെല്ലൂർ കാർത്യായനി നീരാട്ട് കഴിഞ്ഞ് ആഘോഷവുമായി വരുന്നത് ഒന്ന് ദർശിക്കാമെന്ന് കരുതി ഞാൻ ഇവിടെ ഇരുന്നതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും രാത്രിയാണ് ആറാട്ട് നടക്കാറെങ്കിലും കുമാരനെല്ലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ രാവിലെയാണ് ഇത് നടക്കാറ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ, അതായത് ക്ഷേത്രത്തിലെ ഉത്സവം നടന്ന് 9ാം ദിവസത്തിലെ ഉത്സവത്തിൻ്റെ അന്നാണ് ഈ നീരാട്ട് നടക്കുന്നത്. ഈ ചടങ്ങ് നടക്കുന്ന അന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിലും മതിലിന്മേൽ പൂജ, അതായത് തെക്ക് വശത്ത് മതിലിന്മേൽ പൂജയും നടക്കാറുണ്ട്. അന്ന് തുടങ്ങി, അതായത് വില്വമംഗലം സ്വാമിയാർ ഭഗവാനെ മതിലിന്മേൽ ദർശിച്ച അന്ന് തുടങ്ങിയാണ് ഈ ചടങ്ങ് തുടങ്ങിയത്. അങ്ങനെ പല ക്ഷേത്രത്തിലും ഇപ്രകാരമുള്ള ചടങ്ങുകൾ നിർദ്ദേശിച്ചത് വില്വമംഗലം സ്വാമിയാരാണ്. അപ്പോൾ വില്വമംഗലം സ്വാമിയാർക്കുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പല ക്ഷേത്രങ്ങളിലെയും ചടങ്ങുകൾ അദ്ദേഹം നിർദ്ദേശിക്കാറുണ്ട്. കാരണം നേരിട്ട് ഭഗവാനെ ദർശിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലും ഇതേ അനുഭവം തന്നെ ഉണ്ടായതായി പറയുന്നു. ഒരു ദിവസം വില്വമംഗലം സ്വാമി വൈക്കത്ത് ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. ക്ഷേത്രത്തിൽ എത്തിയ സ്വാമി ഉള്ളിൽ കയറിയപ്പോൾ കുറേ ബ്രാഹ്മണരിരുന്ന് സദ്യ കഴിക്കുന്നതായി കണ്ടു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഉള്ളിൽ കയറി ഭഗവാനെ ദർശിക്കുന്നതിന് ശ്രീകോവിലിൽ മുന്നിൽ ചെന്ന് നിന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ ഉള്ളിലില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം പുറത്തിറങ്ങി സദ്യ കഴിക്കുന്ന ബ്രാഹ്മണന്മാരെ ശ്രദ്ധിച്ചപ്പോൾ ഒരു തൂണിൻ്റെ അരികിലിരുന്ന് ഭഗവാൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ വില്വമംഗലം സ്വാമി ക്ഷേത്രത്തിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ഭഗവാൻ തൂണിനരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞു. അന്ന് തുടങ്ങി വൈക്കത്ത് അഷ്ടമി നാളിൽ, അതുമാത്രമല്ല പ്രത്യേകിച്ച് അവിടെ സദ്യ നടക്കുമ്പോഴെല്ലാം ഈ തൂണിനരികിൽ ഒരു ഇല വെച്ച് അതിൽ എല്ലാ വിഭവങ്ങളും വിളമ്പി ഭഗവാന് സമർപ്പിക്കുന്ന ഒരു സങ്കല്പം ഇന്നും നിലനിൽക്കുന്നു. ഇത് വില്വമംഗലം സ്വാമി തുടങ്ങി വെച്ചതാണ്. അങ്ങനെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വില്വമംഗലം സ്വാമി തുടങ്ങി വെച്ച ആചാരങ്ങൾ പലതും ഉള്ളതായി കാണാം. ചേർത്തല കാർത്യായനി ക്ഷേത്രം നിർമ്മിച്ചതും അവിടെ പ്രതിഷ്ഠ നടത്തിയതും വില്വമംഗലം സ്വാമിയാണെന്നാണ് സങ്കല്പം. വില്വമംഗലം സ്വാമിയുടെ മൂലസ്ഥാനമായി കണക്കാക്കുന്നത് ആനപ്പാറ പിണ്ടാണി റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു വലിയ പാറയുണ്ട്. ഈ പാറയിൽ ഏകദേശം ഒരു 25 അടിയോളം ഉയരമുണ്ട്. ഉരുണ്ട പാറ. ആ പാറയുടെ മേലിൽ വേറൊരു ചെറിയ പാറയിരിക്കുന്നതായി കാണാം. എന്നാൽ ഈ വലിയ പാറ ഭൂമിയിൽ തൊട്ടിരിക്കുന്ന ഭാഗം വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നമ്മൾക്ക് ഈ പാറ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നാം, ഇത്രയും വലിയൊരു പാറ ഇവിടെ എങ്ങനെ വന്നു എന്ന്.
വലിയ ഒരു ആനയുടെ പല മടങ്ങ് വലിപ്പം തോന്നിക്കുന്ന ഒരു പാറയാണ്. ഈ പാറയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിലായി ചെറിയൊരു വിളക്ക് കത്തിക്കുന്നതിനുള്ള ഒരു കൂടാരം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഇന്നും വിളക്ക് കത്തിച്ചു പോരുന്നു. കാരണം വില്വമംഗലം സ്വാമിയുടെ മൂലസ്ഥാനം ഇതാണെന്നാണ് സങ്കല്പം. ഈ പാറയ്ക്ക് അടിയിൽ ഒരു ഗുഹ കൂടിയുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതൊന്നും ഇപ്പോൾ കാണുവാൻ കഴിയുകയില്ല. എന്നാൽ പാറയുടെ പടിഞ്ഞാറ് ഭാഗം ഇപ്പോഴും വിശാലമായ പാടങ്ങളും മറ്റുമടങ്ങുന്ന ഒരു അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഈ റോഡിലൂടെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് പാറമേൽ തൃക്കോവിൽ ക്ഷേത്രം കാണാം. ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് മൂലയിലായി ഇപ്പോൾ പുതിയതായി സ്വാമിയാർക്ക് വേണ്ടി ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ സ്വാമിയെ ഇരുത്തി പൂജകളും മറ്റു കർമ്മങ്ങളും ഇപ്പോഴും നടത്തി വരുന്നു. അതായത് പാറമേൽ തൃക്കോവിൽ ക്ഷേത്രം സ്വാമിയാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വില്വമംഗലം സ്വാമിയുമായി അഭേദ്യമായി ബന്ധമുള്ള ഈ ക്ഷേത്രവും ഈ പരിസരങ്ങളുമെല്ലാം വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മൾക്ക് നൽകുന്നത്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും വില്വമംഗലം സ്വാമിയെ ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കുവാനും വരും തലമുറ ശ്രമിക്കുന്നത് നന്നായിരിക്കും.